ഹൈദരാബാദിൽ പുഷ്പ സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ ആദ്യ പ്രദർശനത്തിനിടെ ഉണ്ടായ തിരക്കിൽ യുവതി മരിച്ച സംഭവത്തിൽ തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. യുവതി മരിച്ചത് അറിഞ്ഞത് എപ്പോൾ എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഒന്നും അല്ലു അർജുൻ മറുപടി നൽകിയില്ല. സംഭവത്തിൽ അല്ലു അർജുന്റെ സുരക്ഷാ മാനേജറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാവിലെ 11 മണിയോടെയാണ് ചോദ്യം ചെയ്യലിനായി അല്ലു അർജുൻ ഹൈദരാബാദ് ചിക്കടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. ചോദ്യം ചെയ്യലിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് സ്റ്റേഷനും പരിസരത്തും വൻ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. കേസ് അന്വേഷിക്കുന്ന ഹൈദരാബാദ് സെൻട്രൽ സോൺ DCPയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. 2 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾ ഇങ്ങനെ: റോഡ് ഷോ നടത്താൻ അനുമതി വാങ്ങിയിരുന്നോ? അനുമതി നിഷേധിക്കപ്പെട്ടത് തിയേറ്ററുകാർ അറിയിച്ചിരുന്നോ? തിയേറ്ററിലേക്ക് വരുന്ന കാര്യം ആരെയാണ് അറിയിച്ചിരുന്നത്? യുവതി മരിച്ചത് തിയേറ്ററിലിരിക്കുമ്പോൾ അറിഞ്ഞിരുന്നില്ലേ? ആരാധകരെ ആക്രമിച്ച ബൗൺസർമാരുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്നാൽ ചോദ്യങ്ങൾക്കെല്ലാം മൗനമായിരുന്നു അല്ലു അർജുന്റെ മറുപടി. അല്ലുവിനെ സംഭവം നടന്ന സന്ധ്യ തിയേറ്ററിലെത്തിച്ച് നടന്ന സംഭവങ്ങൾ പുനരാവിഷ്കരിക്കുമെന്ന സൂചനയുണ്ടായിരുന്നുവെങ്കിലും അതുണ്ടായില്ല. അതിനിടെ കേസിൽ അല്ലു അർജുന്റെ സുരക്ഷാ മാനേജർ ആന്റണി ജോണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ ആരാധകരെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് നടപടി. ഈ മാസം 4-നാണ് ഹൈദരാബാദ് സന്ധ്യ തിയേറ്ററിൽ പുഷ്പ 2 സിനിമയുടെ പ്രീമിയർ ഷോയ്ക്കിടെ അല്ലു അർജുൻ എത്തിയതിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ദിൽസുഖ് നഗർ സ്വദേശി രേവതി മരിച്ചത്. രേവതിയുടെ മകന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. റിമാൻഡിലായ താരത്തിന് തെലങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.